ഹലോ കുട്ടികളെ, നമ്മൾക്ക് ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. നമുക്ക് മൊത്തം 6 ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ എഴുതേണ്ടത്, അങ്ങനെയല്ലേ. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 1 നോക്കിയാലോ. ക്യാൻ യു ഹെൽപ്പ്? പല്ലവി ഈസ് ആൻ 8-year-old girl. She and her grandmother went to the bank for depositing money. As her grandmother didn't take her spectacles, Pallavi had to fill up the deposit form for her. എന്താണ് പല്ലവി എന്ന് പറയുന്നത്? 8 വയസ്സുള്ളൊരു കുട്ടിയും അവളുടെ ഗ്രാൻഡ് മദറും കൂടെ എങ്ങോട്ട് പോയി? ബാങ്കിലോട്ട് പോയി. എന്തിനാ പോയേ? പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ, അക്കൗണ്ടിൽ പൈസ ഇടാൻ വേണ്ടി പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്രാൻഡ് മദർ അവരുടെ കണ്ണാടി എടുത്തില്ല. അപ്പോൾ എന്തു പറ്റി? പല്ലവി അതെന്ത് ചെയ്യണം? അതിൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻ യു ഹെൽപ്പ് ഹെർ ടു ഫിൽ അപ്പ് ദ റെസ്റ്റ് ഓഫ് ദ ഫോം എ ആൻഡ് ബി. പല്ലവി പകുതി ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിൻ്റെയൊക്കെ ആൻസർ എഴുതണ്ടേ? ആ ചെക്ക് ബുക്ക് ഒരു കണ്ടോ? ഈ ചെക്കിൻ്റെ ഒരു കൊടുത്തേക്കുന്നുണ്ടോ? അതിൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ? ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളിടത്തല്ലേ എ കൊടുത്തേക്കുന്നേ. നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ച് എ ക്വസ്റ്റ്യൻ എഴുതണം. ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതൊക്കെയാണ് കൂട്ടണ്ടേ? 2000 + 1000 + 150 + 60. അങ്ങനെ അത് 4ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമുക്ക് കിട്ടണ്ടേ. എല്ലാവരും കൂട്ടി നോക്കിക്കേ. ആൻസർ കിട്ടിയോ? എങ്ങനെ എഴുതണം? ദ എമൗണ്ട് ടു ബി ഡിപ്പോസിറ്റഡ് ഈക്വൽ ടു 2000 + 1000 + 150 + 60 ഈക്വൽ ടു എത്ര കിട്ടി? 3210 അല്ലേ ഉത്തരം കിട്ടിയേ. അതാണ് ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ ഫില്ല് ചെയ്യേണ്ടത് നോക്കിക്കേ. ബി എവിടെയാണ് കിടക്കണേ? എന്താ? തുക അക്ഷരത്തിൽ, റുപ്പീസ് ഇൻ വേർഡ്സ്. നമുക്ക് കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരത്തിൽ എഴുതണം, ലെറ്റേഴ്സിൽ എഴുതണം. എങ്ങനെ എഴുതുന്നേ? 3210 ഓൺലി ഇങ്ങനെ എഴുതണം കേട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി. ഹൗ മച്ച് റുപ്പീസ് ദേവികാസ് കാർ വാസ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഷീ ഗേവ് 500 rupees notes and 400 rupee notes to the workshop owner for the work. The owner gave back a 50 rupee note to Devika. Then what is the workshop charge? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായോ? ദേവിക എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു? കാർ എവിടെയായിരുന്നു? വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? കാർ മേടിക്കാൻ പോയപ്പോൾ 500 രൂപയുടെ നോട്ട് എത്ര? 9 9 നോട്ട്സ്. എത്ര രൂപ? 500 രൂപയുടെ 9 നോട്ട്സും 400 രൂപയുടെ നോട്ട്സും വർക്ക്ഷോപ്പ് ഓണറിന് കൊടുത്തു. അതിൻ്റെ ബാലൻസ് ആയിട്ട് ഓണർ തിരിച്ച് എത്ര കൊടുത്തു? 50 രൂപയുടെ ഒറ്റ നോട്ടല്ലേ. 50 rupee നോട്ട്. ഒരു 50 രൂപയുടെ നോട്ട് എന്ത് ചെയ്തു? ദേവിക്ക് തിരിച്ചു കൊടുത്തു. ദെൻ വാട്ട് വാസ് ദ വർക്ക്ഷോപ്പ് ചാർജ്? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വർക്ക്ഷോപ്പിൻ്റെ ചാർജ് ആയിട്ടുണ്ടാവാന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നോക്കിക്കേ. എമൗണ്ട് ദാറ്റ് ഗേവ് ദേവിക. ദേവിക കൊടുത്ത പൈസ എത്രയൊക്കെയാ? 500 രൂപയുടെ 9 നോട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 500 × 9 ഈക്വൽ ടു എത്രയാ? ചെയ്ത് നോക്കിക്കേ. 4500 ആണല്ലേ കിട്ടിയേ. പിന്നെ എത്ര രൂപയാണ് കൊടുത്തേ? 100 രൂപയുടെ 4 നോട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 100 × 4 ഈക്വൽ ടു എത്ര കിട്ടും? 400. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഈക്വൽ ടു 4500 + 400 കൂട്ടി നോക്കിക്കേ. എത്രയാ? 4900 rupees ടോട്ടൽ ദേവിക വർക്ക്ഷോപ്പ് ഓണറിന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പിന്നെന്താ? ബാലൻസ് എത്രയാണ് കിട്ടിയത് ദേവിക്ക്? 50 rupees കിട്ടിയല്ലേ. ദെൻ വർക്ക്ഷോപ്പ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര രൂപയായിരിക്കും അവിടെ ചിലവായിട്ടുണ്ടാവാന്ന്. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണേ? 4900 - 50 ഈക്വൽ ടു അല്ലേ ചെയ്യണ്ടേ. 4900 നിന്ന് എത്ര കുറയ്ക്കണം? 50 കുറയ്ക്കണം അല്ലേ. കുറച്ച് നോക്കിക്കേ. എത്ര കിട്ടി നമുക്ക്? 4850 rupees കിട്ടിയല്ലേ. അപ്പോൾ വർക്ക്ഷോപ്പിൽ എത്ര രൂപയാണ് ചിലവായേ?
4,850 rupees. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3. ലെറ്റ് ബൈ ക്ലോത്ത്സ്. Akshay went to the textiles with 1,000 rupees in hand. He selected clothes for 1,000 rupees as well. Which were the clothes he bought? നമുക്ക് അവിടെ എന്താണ് ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അക്ഷയ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു, ടെക്സ്റ്റൈൽ തുണിക്കടയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എത്ര രൂപ കയ്യിലുണ്ടായിരുന്നു? 1000 രൂപയുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, 1000 രൂപയ്ക്ക് തന്നെ ക്ലോത്ത്സ് സെലക്ട് ചെയ്തു മേടിച്ചു. 1000 രൂപയ്ക്ക് അദ്ദേഹം ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ ഈ പ്രൈസ് ലിസ്റ്റ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹം 1000 രൂപയ്ക്ക് എന്തൊക്കെയായിരിക്കും മേടിച്ചിട്ടുണ്ടാവാൻ നോക്കണം. 1000 കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മളെ ക്ലാസ്സിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് നോക്കിക്കേ ഏതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നോക്കിക്കേ, ജീൻസ് എടുക്കാം നമുക്ക്. 515 ജീൻസിന്. പ്ലസ് എന്താ, ടീഷർട്ട് കൂടെ എടുക്കാം അല്ലേ. ടീഷർട്ടിന് എത്രയായി? 200 rupees. പിന്നെ ഒരു ഷർട്ടും കൂടെ എടുത്താലോ? 215. അപ്പോൾ നമ്മളെങ്ങനെ പ്ലസ് ചെയ്യണം? 550 പ്ലസ് 200 പ്ലസ് 250 ഈക്വൽ ടു എത്രയാണ് കിട്ടിയേ? 1000 കിട്ടിയല്ലേ. അങ്ങനെ നമുക്ക് 3 ഐറ്റംസ് എടുക്കാം. ഇനി ഒരു രീതിയിലും കൂടെ നോക്കിയാലോ, 4 ഐറ്റംസ് എടുക്കുന്നെങ്കിലോ? ധോത്തിക്ക് എത്ര രൂപയാണ്? 250 പ്ലസ് ട്രൗസറിന് എത്ര രൂപയാണ്? 300 പ്ലസ് ടീഷർട്ടിന് എത്രയാ? 200 പ്ലസ് പിന്നെ ഒരു ഷർട്ടും കൂടെ എടുത്താൽ 215. അപ്പം 4 ഐറ്റംസ് ആയല്ലേ. 4 ഐറ്റംസ് എടുത്താൽ എത്ര രൂപ കിട്ടും? എത്ര രൂപയാണ് മൊത്തത്തിൽ വരുന്നത്? 1000 rupees അല്ലേ. 2 രീതിയിൽ നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ലെറ്റ്സ് ഡ്രോ ക്ലോക്ക്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലോക്ക് ഡ്രോ ചെയ്യണം. ഡ്രോ എ ക്ലോക്ക് വിത്ത് റോമൻ നമ്പേഴ്സ് ആസ് നമ്പർ ആൻഡ് മാർക്ക് ദ ടൈം 10:10 ഓൺ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, 10:10 എന്ന് പറയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം, ആ ക്ലോക്ക് വരച്ച് അതിൽ മാർക്ക് ചെയ്യണം. അതിൽ നമ്പേഴ്സ് എന്തായിരിക്കണം? റോമൻ നമ്പേഴ്സ് ആയിരിക്കണം. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലേ. ആൻസർ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ക്ലോക്ക് ഒരു റൗണ്ടിലൊരു വട്ടം വരയ്ക്കണം. എന്നിട്ട് അതിൽ നമ്പേഴ്സ് എഴുതണ്ടേ. ആദ്യം മേളിൽ നിന്നല്ലേ തുടങ്ങണ്ടേ. ആദ്യം എത്ര എഴുതണം? 12. ഇങ്ങനത്തെ 12 റോമൻ ലെറ്റർ 12 എഴുതണം. പിന്നെ 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ 12 വരെയുള്ള നമ്പേഴ്സ് റോമൻ നമ്പേഴ്സിൽ എഴുതണം. എന്നിട്ട് നമുക്ക് എത്രയാണ് ടൈം മാർക്ക് ചെയ്യേണ്ടത്? 10:10 ആണല്ലേ. എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കിക്കേ. ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കിയാലോ. അബാക്കസ്. യു വിൽ ഗെറ്റ് മീ ഇഫ് യു ആഡ് ദ സ്മോളസ്റ്റ് 4-digit number 4 times and subtract the small 2-digit number from it. Can you draw me in abacus? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു അബാക്കസ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ എന്താണെന്നാണ് പറഞ്ഞേക്കണേ? ആഡ് ദ സ്മോളസ്റ്റ് 4-digit numbers 4 times. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4-digit നമ്പറിനെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 4 times ആഡ് ചെയ്യണം. അതിനുശേഷമോ എന്നിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2-digit നമ്പറിനെ കൊണ്ട് അതെന്ത് ചെയ്യണം? സബ്സ്ട്രാക്റ്റ് ചെയ്യണം. ഏതിൽ നിന്ന്? നമുക്ക് ആദ്യം കിട്ടുന്ന 4-digit നമ്പർ ഇല്ലേ, അതിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2-digit നമ്പർ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ആ നമ്പർ. ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അബാക്കസിലോട്ട് വരയ്ക്കണം. നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ദ സ്മോളസ്റ്റ് 4-digit നമ്പർ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4-digit നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ? 1000 ആണല്ലേ. 1000 നമുക്ക് കിട്ടി. അതിന് പിന്നെ എന്ത് ചെയ്യണം? 4 times of 1000. 1000 നമ്മൾ 4 times ആഡ് ചെയ്യണ്ടേ. 4 times ആഡ് ചെയ്യുമ്പോഴോ 1000 പ്ലസ് 1000 പ്ലസ് 1000 പ്ലസ് 1000 ഈക്വൽ ടു എത്രയായി? 4000 കിട്ടി നമുക്ക്. പിന്നെ ഇനി എന്താ ചെയ്യണ്ടേ? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2-digit നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. 2-digit നമ്പർ ഏതാ? 10 നമുക്ക് കിട്ടി. 4000 കിട്ടി, 10 കിട്ടി. നമ്മളിനി എന്ത് ചെയ്യണം? ബൈ സബ്ട്രാക്റ്റിംഗ് 10 ഫ്രം ദാറ്റ് നമ്പർ വി ഗെറ്റ് ദ ആൻസർ ഈക്വൽ ടു. അപ്പോൾ എത്രയാണ് നമുക്ക് എഴുതണ്ടേ?
4000 മൈനസ് 10 ഈക്വൽ ടു കിട്ടുന്ന ആൻസറാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ചെയ്ത് നോക്കിക്കേ എത്ര കിട്ടിയെന്ന്. 3990 അല്ലേ എല്ലാവർക്കും ആൻസർ കിട്ടിയേ. ഇനി നമ്മളത് എന്ത് ചെയ്യണം? അബാക്കസിലോട്ട് വരയ്ക്കണം. എത്ര ലൈൻ വേണം അബാക്കസിൽ? 4 ലൈൻസ്. ഏതൊക്കെയാ? 1, 10, 100, 1000 വേണം. 1ൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണല്ലേ. അപ്പോൾ ഒന്നും വരയ്ക്കണ്ട. 10ൻ്റെ സ്ഥാനത്തോ എത്ര എണ്ണം വരണം? 9 മുത്തുകൾ വേണ്ടേ? 9 മുത്തുകൾ വരയ്ക്കണം. 100ൻ്റെ സ്ഥാനത്തും എത്ര എണ്ണമാണ് വരുന്നത്? 9 തന്നെയാണല്ലേ. അപ്പോൾ അവിടെയും 9 വരയ്ക്കണം. പിന്നെയോ 1000ൻ്റെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? 3000 അല്ലേ. അപ്പോൾ എത്ര മുത്തുകളാണ് വരയ്ക്കണ്ടേ? 3 മുത്തുകൾ വരയ്ക്കണം. അങ്ങനെ നമ്മുടെ അബാക്കസ് റെഡിയാകും. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 6. ഫൈൻഡ് ദ മെഷർമെൻറ്റ്. ഫൈൻഡ് ദ മെഷർ ഓഫ് എ റെക്റ്റാങ്കിൾ ഫ്രം ദ ഫോളോയിങ്. അവിടെ 4 മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെയാ? റെക്റ്റാങ്കിളിൻ്റെ മെഷർമെൻറ്റ്സ് അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ നോക്കിക്കേ. എ വന്നിട്ട് 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. അത് എത്ര അളവുകൾ കൊടുത്തിട്ടുണ്ട്? 3 എണ്ണമല്ലേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എന്താണ് മെഷർ ചെയ്യേണ്ടത്? മെഷർമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? ആദ്യം 4 സൈഡ്സ് അല്ലേ. 4 സൈഡ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് എ ശരിയാവണേ? അവിടെ 3 സൈഡ്സിൻ്റെ അളവിൽ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ എ അല്ല. ഇനി ബിയോ? ബിക്കും സിക്കും ഡിക്കും 4 അളവുകളും കൊടുത്തിട്ടുണ്ടല്ലേ. ബി നോക്കിക്കേ. ബി എന്താണ്? ഫുൾ 8 സെൻറ്റിമീറ്റർ. 4 സൈഡ്സും 8 സെൻറ്റിമീറ്റർ ആണ്. സിയിലോട്ട് വരുമ്പോഴോ 10 സെൻറ്റിമീറ്റർ ആണ് 3 സൈഡും. ഒരു സൈഡ് മാത്രം എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്റർ. ഡിയിലോട്ട് വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. റെക്റ്റാങ്കിളിന് 4 സൈഡ്സും ഉണ്ട്. 4 സൈഡ്സിൽ ലൈൻ എന്താണ്? ഈക്വൽ ആണല്ലേ. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? കറക്റ്റ് ബി ആണ് വരുന്നത്. ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്താ കൊടുത്തേക്കുന്നത്? 4 സൈഡ്സും 8 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. കാരണം റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും. പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം. നല്ലപോലെ പരീക്ഷ എഴുതണം. താങ്ക് യു.